മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയറാം പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഓസ്ലർ. ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇല്ല എന്നൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങൾ പൊതുവെ പരക്കുന്നുണ്ട്. 54 ദിവസം ഓസ്ലർ സെറ്റിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നെന്നും പക്ഷെ അത്രയും ദിവസം മമ്മൂട്ടിയെ സെറ്റിൽ കണ്ടില്ലെന്നും അതുകൊണ്ട് സിനിമയിൽ മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് തനിക്ക് അറിയില്ലെന്നും ജയറാം പറഞ്ഞു. അഞ്ചാം പാതിര പോലൊരു സിനിമ പ്രതീക്ഷിച്ച് ഓസ്ലർ കാണാൻ തിയേറ്ററിലേക്ക് വരരുതെന്ന് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് നേരത്തെ പറഞ്ഞിരുന്നു. അത് സിനിമയെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണെന്നും കാണാൻ പോകുന്ന സിനിമയെക്കുറിച്ച് പ്രേക്ഷകന് കൃത്യമായി ബോധ്യമുണ്ടാകാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അഞ്ചാം പാതിര പോലൊരു സിനിമ താൻ ഇനി ചെയ്യുകയില്ലെന്നും ചെയ്യുകയാണെങ്കിൽ ആറാം പാതിരയെ ഇനി ചെയ്യുകയുള്ളൂവെന്നും മിഥുൻ കൂട്ടിച്ചേർത്തു. അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഓസ്ലർ. ജയറാമിന് പുറമെ അനശ്വര രാജനും അർജുൻ അശോകനും സൈജു കുറുപ്പും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇർഷാദും ഹസനും മിഥുൻ മാനുവൽ തോമസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രൺധീർ കൃഷ്ണനാണ്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും വലിയ വിജയം തന്നെയായിരുന്നു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജയസൂര്യ നായകനായി എത്തിയ ആട് എന്ന സിനിമ. ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു ഏറ്റവും കൂടുതൽ വിജയിച്ചത്. തിരക്കഥ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചാൽ ആട് 3 സിനിമയാക്കുമെന്ന് അബ്രഹാം ഓസ്ലറിന്റെ പ്രമോഷൻ സമയത്ത് സംവിധായകൻ പറഞ്ഞിരുന്നു. ജനുവരി 11-ന് അബ്രഹാം ഓസ്ലർ തിയേറ്ററുകളിലേക്ക് എത്തും. മലയാള സിനിമയിൽ ഇപ്പോൾ വളരെ ചുരുക്കം മാത്രം അഭിനയിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരാളാണ് ജയറാം. മലയാളത്തിനേക്കാൾ കൂടുതൽ അന്യഭാഷകളിലാണ് താരം അഭിനയിക്കുന്നത്. ജയറാമിന്റെ തമിഴ്, തെലുഗു സിനിമകളിലെ അഭിനയവും മലയാളികൾക്കേറെ ഇഷ്ടമാണ്. നാച്ചുറൽ സ്റ്റാർ നാനി നായകനായെത്തിയ ഹായ് നന്ന എന്ന തെലുഗു ചിത്രമായിരുന്നു ഏറ്റവും പുതിയതായി പുറത്തിറങ്ങിയ ജയറാമിന്റെ സിനിമ.